3 കിലോ 100. 3 കിലോ 100 തന്നെ തൂക്കല്. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. അതിന് സ്ഥിരം കുട്ടികളാണ് ഓലെന്നെ തൂക്കിക്കാണ്ട് ഓലെന്നെ പൈസ ചിലപ്പോൾ കിട്ടുകയെന്നുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് റോഡ് സൈഡിൽ കച്ചവടക്കാരുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താം കേട്ടോ. ഇവിടെ നല്ല കച്ചവടമാണ്, ഫ്രൂട്ട്സിന്റെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ റോഡരികിൽ കച്ചവടം ചെയ്യുന്ന ഒരുപാട് കഴിവുള്ള പ്രതിഭകളുണ്ടല്ലോ. കുറച്ച് പോരായ്മകൾ ലിമിറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു നല്ലൊരു ആദരമാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഭയങ്കര ടൗണിൽ തന്നെയാണുള്ളത്. സീസണിൽ ഫ്രൂട്ട്സ് കച്ചവടം അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് വലിയ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇവർക്കൊക്കെ ജീവിത പ്രാരാബ്ദം കൊണ്ട് ഇത് പഠിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങിനോ ഒന്നും പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും. എന്നാലും അയാളെ ഹാപ്പി ആവും. ഓക്കെ, നമ്മൾ നോക്കാം. വരി. വാലേക്കും സലാം. എന്തൊക്കെയുണ്ട് ഫൈസൽ സാർ? സുഖം തന്നെ അതല്ലേ? കച്ചവടം പോകണ്ട്. ഞാൻ രാവിലെ ഇവിടെ 8 മണിക്ക് വരും. ഏകദേശം കഴിയാനായി ആണല്ലേ? ഓക്കെ, ഉഷാറാണ്. ഉഷാറാണ്. എന്തിപ്പോ ഞാൻ വന്നത് നിങ്ങൾക്ക് കുറച്ച് കഴിവുള്ള ഒരാളാണല്ലോ. പേരെന്ത് പറഞ്ഞിട്ട്? സെയ്തലി പറപ്പൂര്. എത്ര വർഷം ഈ കച്ചവടം? ഇത് 25 വർഷമായി. 25 വർഷമായി. നിങ്ങളെ കഴിവെന്താന്നുള്ളത് ഞാൻ ഇങ്ങനെ കാണാനിടയായി. കുറച്ച് മിമിക്രി ഉണ്ട്. ചെറിയൊരു മിമിക്രി കലാകാരനാണ്. ആണോ? ഒരു ചെറിയ കലാകാരനാണ്. വളരെ ചെറുത്. എന്നാ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം എന്റെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. അല്ല, ഉണ്ടാവും. നമ്മളൊരു 30% കൂട്ടിയാൽ മതി. ഓക്കെ, അടിപൊളി. അതാണ് നിങ്ങൾ കോൺഫിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നിങ്ങൾ ആ സന്തോഷം ഉണ്ടല്ലോ. കാരണം നമ്മുടെ ചാനൽ വരുന്നതോട് കൂടി ഹാപ്പിയാവില്ലേ? ഹാപ്പിയാവും, 100 വട്ടം ഹാപ്പിയാവും. അല്ല, അടുത്തേതാ? ജനാർദ്ദൻ. എടോ എന്തോ അവന്റെ കാല് തല്ലിയൊടിക്കാതെ ഇവന്റെ കാല് തല്ലിയൊടിക്കടാ. അയ്യോ, എന്റെ മറ്റേ കാല് തല്ലിയൊടിച്ച് പപ്പിക്കുട്ടി കൊട്ടാരം പൊട്ടച്ചാറയെ കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. ഏതാണോ ഈ കാട്ടുമാക്കാൻ? എന്നമ്പിള്ള സാറ് അന്നെടുക്കും. ഇങ്ങനെ ആനപ്പോളെങ്കിലും കൊണ്ടുകളാണ് ഇവിടെ ഞാൻ പറയണല്ലേ. അയ്യോ, എന്റെ സ്വാമിനാഥൻ വിവാഹം കഴിക്കാഞ്ഞ്. അയ്യോ, എന്റെ രാമേന്ദ്രൻ വിവാഹം കഴിക്കാഞ്ഞ്. എങ്ങനെ ഞാൻ പറയുന്നു ഈ സ്വാമിനാഥൻ വിവാഹം? നമ്മളെ ഈ നാടിന്റെ MLA കുഞ്ഞാലിക്കുട്ടി സാഹിബിനായതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഇഷ്യൂല്ല. UDF വളരെ ശക്തമാണ്, പാർട്ടിയും വളരെ ശക്തമാണ്. യാതൊരു പ്രശ്നമില്ല. UDF വലിയ വിജയമാണ് ഈ സന്ദർഭത്തിൽ വഹിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ്. ഇവിടെ ചില പത്രക്കാര് ഇവിടെ പറയുകയുണ്ടായി, ഞാന് മറ്റൊരു സംസ്ഥാനത്ത് ചെന്നിറങ്ങിയപ്പോൾ ആ ഭാഗത്ത് ചില സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന്. അത്തരക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മറ്റൊരു സംസ്ഥാനത്ത് ഞാൻ ചെന്നിറങ്ങുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥര് പറയുന്നത് അനുസരിക്കണം. അപ്പോൾ നമുക്ക് വളരെ കൗതുകകരമായ വാർത്തയിലേക്ക് പോകാനുണ്ട്. വേങ്ങര താഴങ്ങാടിയിലുള്ള കൗതുകമായ തെരുവോര കച്ചവടത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇവിടെ വളരെ തെരുവോര കച്ചവടങ്ങളാണ്. ചെറിയ ചെറിയ ജീവിതങ്ങളുമായി അവർ പോവുകയാണ്. വളരെ തിരക്കുള്ളൊരു ജീവിതത്തിലൂടെ അവർ പോകുമ്പോൾ അവരുടെ കൗതുക കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോവാം. എത്ര കാലമായി ഇപ്പൊ തുടങ്ങിയിട്ട്? ഞാനിത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചു കാലമായി. ആണോ? അത് കച്ചവടമൊക്കെ അങ്ങനെ ഒപ്പിച്ച് ചെറിയ ചെറിയ രീതിക്കാണ് പോലുണ്ട്. ആണോ? ഇപ്പൊ സിനിമ നടന്മാരുണ്ട്. ഏതാണ്? താരാന്തരപ്പത് ഒരുപാട് 16,000 വർഷം കഴിഞ്ഞാലും തീരാത്ത പഴയുണ്ട്. ആഗ്രകാവിലെ പൂവിനോടും മാമണിനോടും നെറ്റി പറഞ്ഞ് ചോറ് പൊടിഞ്ഞ് മുയകരയിലെ പൂഞ്ഞു മുന്നു മേടിയിട്ട് അപ്പൻ്റെ ഒരു പ്രതിജ്ഞ നിൽക്കുന്നു. ആ അപ്പന്റെ വാക്കി മതി പറയാൻ സൂര്യൻ അടങ്ങാറ് വിളിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പോകും അടങ്ങി മംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ. ആ ഓവിലകം നിലം പൊട്ടട്ടെ എന്നിട്ട് ആലോചിക്കാം. അപ്പന്റെ വാക്ക് വലിയ അവനാന്തന്റെ തൂക്കലൂടെ മാങ്ങയാണോ? മാങ്ങല്ല, ചില ഐറ്റംസ് കപ്പ ഉണ്ടായിരുന്നു തരാം. ഇപ്പൊ കപ്പ മാറിയിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. ആണോ? അതെങ്ങനെയാണ്? ഇതെന്താ സീസണൽ കച്ചവടമാണ്? സീസൺ കച്ചവടമാണ്. അതാണ് എന്താ കച്ചവടക്കാർ സ്ഥിതിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മഴന്റെ ഒരു ഈ കാലവർഷം കണക്ക് അതിന്റെ ഒരു ചെറിയൊരു ക്ഷീണമുണ്ട് മൊത്തത്തില്. പിന്നെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടുന്ന് ആളുകൾ വാങ്ങിക്കൊണ്ടു സഹകരിക്കുന്നു. അതാണോ? ഇവിടെ നമുക്കല്ല കച്ചവടമാണ്. അതെന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാണ്? നമ്മള് അകമഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അകമഴിഞ്ഞൊരു കൊടുക്കലുണ്ട്. ആണല്ലേ?
കാരണം എല്ലാവർക്കും അവർ ഇഷ്ടപ്പെട്ട ഇപ്പൊ 3 സാധാരണ ഞാൻ കൊടുത്തില്ല, ഇപ്പൊ 3 സ്കെച്ച് അങ്ങനെ അതുകൊണ്ട് ആൾക്കാർക്ക് മിമിക്രി ഇങ്ങനെ പഠിച്ചൊന്നല്ല, നമ്മളിങ്ങനെ സ്വയമായിട്ട് ഇങ്ങനെ ചെയ്തിടക്കിയ കൊറോണയിലില്ലേ പിന്നെ ജോയി മാത്യു അത് പറഞ്ഞേ ജോയി മാത്യു വരാം. അപ്പോൾ നീ തന്നെയാണ് രാജ, സമ്മതിക്കുമല്ലേ? പോലീസിനെക്കായി നന്നായി തുണിയാൻ ഞങ്ങൾക്കറിയാം. ഇവന്റെ ജീവനെ മോഹവില കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഷാറിന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം താൻ വളർന്നില്ലേ? മുന്നന്റെ തര ഷൂട്ട് ചെയ്യാനാവില്ല രാജാനെയത്. നിങ്ങൾ ഇതെന്താന്നുള്ളത് എങ്ങനെ ആളുകൾക്ക് അറിയോ? ആൾക്കാർക്ക് ചിലവർക്ക് അറിയാം, അധികമൊന്നും അറിയില്ല, അറിയണവർക്ക് അറിയാം. എവിടെയെങ്കിലും വേദിയിൽ ഏത് വേദിയിലാണ് കയറിയിട്ടുള്ളത്? വേദിയിലെ സ്കൂളുകൾ വേദിയിലൊക്കെ പോലുണ്ട്. പിന്നെ ചെറിയ ക്ലബ്ബ് പരിപാടിയാണ് അധികം ഞാൻ പോലെ. ആൾക്കാരൊക്കെ എങ്ങനെ സപ്പോർട്ട് തന്നെയാണ്? എന്റെ സപ്പോർട്ടാണ്. ഏതാണ് സഖാബ് VS അച്യുതാനന്ദ സാറിനാണ്. വളരെ വ്യക്തവും ശക്തവുമായിട്ട് ഞാൻ പറയുകയാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട. വെള്ളാപ്പള്ളി സാർ ഫൈസൽ മാഷ് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ പറഞ്ഞ കലാകാരൻ 30% കലാകാരനുള്ളൂ കേട്ടോ, ചെറിയൊരു കലാകാരനാണ്. അപ്പൊ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും. ഫൈസൽ മാഷ് പെട്ടെന്ന് വന്നതാണ്, ഞാൻ എന്നെ എന്താന്നുള്ള അറിയില്ല. എനിക്ക് ഞാൻ മാങ്ങ വന്നാൽ നിങ്ങളെ കോൺഫിഡൻസ് വളരെ വലുതാണ്, അതാണ് ഇത് മാർക്ക് തന്നെ. അല്ലാതെ കലാകാരൻ എന്നാലും കച്ചവടം ഉഷാറാവട്ടെ. ഓക്കെ മാഷ, ഓക്കെ.